ഹായ് 6 സിനിമകളുടെ കളക്ഷൻ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ സിനിമ എന്നുള്ളത് നമ്മുടെ പ്രദീപ് രംഗനാഥൻ പ്രധാന വേഷത്തിലെത്തിയ റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് സിനിമയായിരുന്നു ഡ്രാഗൺ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ നല്ല അഭിപ്രായം നേടി തിയേറ്ററിൽ നല്ല കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായിട്ട് ഈ ഒരു സിനിമ ഇപ്പോൾ 6 കോടിക്ക് അടുത്താണ് കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുള്ളത്. വേൾഡ് വൈഡ് ആയിട്ട് 10 കോടിക്ക് അടുത്ത് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു സിനിമയുടെ. ഇന്നത്തോടു കൂടി ഈ ഒരു സിനിമ 16 കോടിക്ക് മുകളിൽ കളക്ഷൻ വേൾഡ് വൈഡ് നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തെ സിനിമ എന്നുള്ളത് ഈ വർഷത്തെ ബോളിവുഡിലെ മികച്ച വിജയമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ചാവ എന്ന് പറഞ്ഞ സിനിമ. അപ്പൊ ഈ ചാവ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. വിക്കി കൗശാല്, രശ്മിക മന്ദാന എന്നിവരാണ് ഈ സിനിമയിൽ പ്രധാന അഭിനേതാക്കളായിട്ട് വന്നിട്ടുള്ളത്. ആദ്യ 8 ദിവസത്തെ കളക്ഷൻ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. 249 കോടി 31 ലക്ഷം രൂപയാണ് ഇന്ത്യൻ നെറ്റ് കളക്ഷൻ ആയിട്ട് സ്വന്തമാക്കിയിട്ടുള്ളത് ഈ ഒരു സിനിമ എന്നുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ ആയിട്ട് 350 കോടിക്ക് അടുത്തുമാണ് ഈ ഒരു സിനിമയുടെ കളക്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. 10ാം ദിവസമായ ഇന്നോടുകൂടി ഈ ഒരു സിനിമ 500 കോടി ഏകദേശം 500 കോടി കടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആന്റണി വർഗീസ് പെപ്പെ നായകനായിട്ട് വന്ന ഒരു ആക്ഷൻ സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ദാവീദ് എന്ന സിനിമ. ഫെബ്രുവരി മാസം 14 തിയേറ്ററിൽ റിലീസ് ചെയ്ത ഈ ഒരു സിനിമ മികച്ച അഭിപ്രായങ്ങളായിരുന്നു നേടിയിരുന്നത്. ഈ ഒരു സിനിമയുടെ ആദ്യത്തെ 9 ദിവസത്തെ കേരള കളക്ഷൻ നോക്കിയാൽ 5 കോടി 20 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ ആയിട്ട് 10 കോടിക്ക് മുകളിലും ഈ ഒരു സിനിമ സ്വന്തമാക്കിയിട്ടുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അന്നേ ദിവസം തന്നെ തിയേറ്റർ റിലീസ് ചെയ്ത മികച്ച അഭിപ്രായം നേടിയെടുത്ത സിനിമയായിരുന്നു ബ്രഹ്മാൻസ് എന്ന സിനിമ. ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച് അരുൺ ഡി ജോസ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അർജുൻ അശോകൻ, മാത്യു തോമസ്, മഹിമ നമ്പ്യാർ, സംഗീത് പ്രതാപ് എന്നിവരൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത്. ഈ സിനിമയുടെ 9 ദിവസത്തെ കേരള കളക്ഷൻ നോക്കിയാൽ 6 കോടി 80 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ആയിട്ട് 15 കോടിക്ക് അടുത്തുമാണ് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഉണ്ണി മുകുന്ദനും നിഖില വിമലും പ്രധാന വേഷത്തിലെത്തിയ ഒരു ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞ സിനിമ. വിനയ് ഗോവിന്ദാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിനിമയുടെ കേരള കളക്ഷൻ ആയിട്ട് ആദ്യ ദിവസം തന്നെ 30 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യാൻ സാധിച്ചിരുന്നത്. രണ്ടാം ദിവസം 40 ലക്ഷം രൂപ കടന്നിട്ടുമുണ്ട്. ആദ്യ 2 ദിവസത്തെ കേരള കളക്ഷൻ നോക്കിയാൽ 70 ലക്ഷം രൂപയും വേൾഡ് വൈഡ് കളക്ഷൻ ഏകദേശം 1 കോടിക്ക് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഞായറാഴ്ച അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബുക്കിംഗ് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യ 2 ദിവസത്തെ അപേക്ഷിച്ചിട്ട് എന്തായാലും ഈ ഞായറാഴ്ച കളക്ഷൻ കൂടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത സിനിമ എന്നുള്ളത് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയാണ്. ഈ സിനിമയുടെ തീ കളക്ഷനാണ് ഈ സിനിമയ്ക്ക് തേരോട്ടം തുടരുകയാണ് തിയേറ്ററിൽ. ഷാഹി കബീറിന്റെ തിരക്കഥയിൽ ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത് കുഞ്ചാക്കോ ഓവൻ, പ്രിയാമണി എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു ക്രൈം ആക്ഷൻ ത്രില്ലർ മൂവിയായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ. ഈ സിനിമ ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ കേരള കളക്ഷനായിട്ട് കളക്ട് ചെയ്തിട്ടുള്ളത് 3 കോടി 20 ലക്ഷം രൂപയായിരുന്നു. 3ാം ദിവസമായ ശനിയാഴ്ച 2 കോടി 75 ലക്ഷം നേടിയിരിക്കുകയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 4ാം ദിവസമായ ഇന്ന് ഞായറാഴ്ച 3 കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ 6 കോടി മുകളിൽ കടന്നിരിക്കുകയാണ് ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ കേരള കളക്ഷൻ. ആദ്യം 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോൾ 13 കോടി 50 ലക്ഷത്തിന് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഞായറാഴ്ച വമ്പൻ കളക്ഷൻ വരുന്നുള്ളത് ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 3 കോടിക്ക് മുകളിൽ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് ഇന്നോടുകൂടി 20 കോടിക്ക് മുകളിൽ കടക്കുന്നുള്ളതാണ് ട്രാക്കിംഗ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വർഷത്തെ രണ്ടാമത്തെ ഒരു മികച്ച ബ്ലോക്ക് ബസ്റ്റർ വിജയമായി ഓഫീസർ ഓൺ ഡ്യൂട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും സിനിമകളുടെ കളക്ഷൻ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.